അവന്റെ കണ്ണുകളും നിറഞ്ഞു. 2 വർഷങ്ങൾക്ക് മുൻപ് വരെ കണ്ണുകളിൽ കുസൃതിയുമായി നടന്നിരുന്ന അവളുടെ കണ്ണുകൾക്ക് ഇന്ന് ജീവനില്ലാതായിരിക്കുന്നു. 5 വർഷത്തെ കോളേജ് ജീവിതത്തിനിടയിൽ തനിക്ക് കിട്ടിയ പെങ്ങൾ, തൻ്റെ കുഞ്ഞി. അർജു, നിനക്കറിയോ ഇവളെ? അറിയാൻ വേട്ടാ, ഇതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്ന കുഞ്ഞി, എൻ്റെ കുഞ്ഞു പെങ്ങൾ. ഓ, കുഞ്ഞിയാണോ? അവനും സുപരിചിതമെന്ന പോലെ അവളെ അത്ഭുതത്തോടെ നോക്കി. അർജു അടുത്തെത്തി അവളുടെ തോളിൽ കൈയിട്ട് നിന്നപ്പോൾ എന്തോ ഒന്ന് ഓർത്ത പോലെ അവളുടെ ശരീരം വിറച്ചു. അത് മനസ്സിലായപ്പോൾ നെറ്റി ചുളിച്ചുകൊണ്ട് അർജു കൈയെടുത്തു. നീ പറഞ്ഞ അറിയ വെച്ച് ഇവൾ ബ്രേക്കില്ലാത്ത വണ്ടിയാണല്ലോ സംസാരത്തിൽ. എന്നോടൊരു വാക്കുപോലും നേരെ സംസാരിച്ചിട്ടില്ല ഇത്രയും നേരമായിട്ട്. എന്നിട്ടിപ്പോ കണ്ടിട്ടെന്തേ രണ്ടാളും മിണ്ടുന്നില്ല? അതേ ഏട്ടാ, എന്റെ കുഞ്ഞ് ഒരിക്കലും ഇങ്ങനെയല്ല. എന്താ പറ്റിയേ? നിന്റെ ഹസ്ബൻഡ് എവിടെ? നിന്റെ നെറ്റിയിലെ സിന്ദൂരം, താലി എന്താ മോളെ? തീർത്ഥ വിളറിയൊന്ന് ചിരിച്ചു. ഞാൻ ആ പഴയ കുഞ്ഞിയല്ല ജുവേട്ടാ, ആ കുഞ്ഞിയെ കൊന്നു. അയാൾ ചുണ്ട് കടിച്ചു പിടിച്ച് വിതുമ്പലടക്കുന്ന അവളെ നോക്കി അർജുൻ വേദനയോടെ നിന്നു. പണ്ട് കോളേജിൽ വെച്ച് ഒന്ന് വീണപ്പോൾ അടുത്ത പഞ്ചായത്തിലെ ആൾക്കാരെ വരെ അത് കരഞ്ഞറിയിച്ചവൾ ഇന്ന് നെഞ്ചിനേറ്റ മുറിവ് അത് സഹിക്കാൻ പോന്നവളായിരിക്കുന്നു. അജുവിൽ വേദന തികട്ടി വന്നു. ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർ കൈ കഴുകി ബില്ല് പേ ചെയ്തിട്ട് മുത്തശ്ശിക്കുള്ള ഭക്ഷണം കൊടുത്ത് അർജുന്റെ ക്യാബിനിലേക്ക് നടന്നു. ഈ ലോകത്തിലല്ല എന്ന വണ്ണം നടക്കുന്ന അവളെ അവൻ നിർവികാരതയോടെ നോക്കി. അവന്റെ ഓർമ്മകളിൽ കോളേജിന്റെ പരിസരങ്ങളിൽ ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടന്ന തീർത്ഥയിലേക്ക് ചെന്നെത്തി. ആദ്യമായി അവളെ കാണുന്നത് ഒരു റാഗിങ് സമയത്താണ്. താൻ 3rd ഇയർ BCom പഠിക്കുമ്പോഴാണ് തീർത്ഥയെ അവിടെ BA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്യുന്നത്. 1ാം ദിവസം റാഗിങ്ങിന്റെ ഇടയിൽ തന്റെ കണ്ണുകൾ പോയത് ആരുടെയും കണ്ണിൽപ്പെടാതെ വിറച്ചു നടക്കുന്ന ഒരു കുഞ്ഞു പെൺകുട്ടിയിലേക്കാണ്. അപ്പോൾ തന്നെ വിളിച്ചു, ഓയ് കുഞ്ഞി എന്ന്. കേൾക്കുന്നില്ല. ഒടുവിൽ ചെവിക്ക് പിടിച്ചു നിർത്തി. കുഞ്ഞു പിള്ളാരെ പോലെ ചെവിയും തിരുമ്മി ചുണ്ടും പിളർത്തി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത വാത്സല്യമായിരുന്നു തോന്നിയത്. അന്ന് താൻ അവളെ സ്വന്തം പെങ്ങളായും എന്നെ അവൾ ഏട്ടനായും ദത്തെടുത്തു. അവളുടെ കുസൃതികൾ എന്നും മനസ്സിന് സന്തോഷമായിരുന്നു. എനിക്ക് ഒരു പെങ്ങളില്ലാത്ത സങ്കടം നല്ലോണം ഉണ്ടായിരുന്നു. എന്നാൽ അവള് കാരണം എൻ്റെ സങ്കടം മാറിക്കിട്ടി. എന്നും വൈകിട്ട് അന്നു നടന്ന കാര്യങ്ങളെല്ലാം വള്ളിപുള്ളി വിടാതെ പറയും. രാവിലെ വരുന്ന വഴിക്ക് കണ്ട പുല്ലിനെയും പുൽച്ചാടിയെയും വരെ വർണ്ണിക്കും. എപ്പോഴും തൻ്റെ കയ്യിൽ തൂങ്ങി കാണുന്നവരോടൊക്കെ എൻ്റെ ഏട്ടനാ എന്ന് പറഞ്ഞു നടക്കും പെണ്ണ്. താനൊന്ന് പിണങ്ങിയാൽ പിന്നെ അന്ന് മുഴുവൻ കരയും. അവളുടെ സാന്നിധ്യമായിരുന്നു ഡിഗ്രി കഴിഞ്ഞ് MBAയും മഹാരാജാസിൽ തന്നെ ചെയ്യാനുള്ള എൻ്റെ തീരുമാനത്തിന് പിന്നിൽ. ഇടയ്ക്കിടയ്ക്ക് എന്തിനാ എന്നെ കുഞ്ഞീന്ന് വിളിച്ചേ എന്ന് ചോദിച്ചിട്ട് ഞാൻ നീ കുഞ്ഞല്ലേ അതുകൊണ്ടായെന്ന് പറഞ്ഞപ്പോൾ ചുണ്ടും കൂർപ്പിച്ച് തന്നെ നോക്കി. ഗോഷ്ടി കാണിച്ചുകൊണ്ട് തനിക്ക് വയറ്റിലൊരു കുത്തും തന്ന് ഓടിമറയുന്ന അവൾ ഇന്നും മനസ്സിൽ മിഴിവായി നിൽക്കുന്നു. ഒടുവിൽ ഞാൻ PG കഴിഞ്ഞു, അവൾ ഡിഗ്രിയും. അന്ന് തൻ്റെ നെഞ്ചിൽ ചാരി നിന്ന് പൊട്ടിക്കരഞ്ഞ അവളെ താൻ ഇടയ്ക്ക് വന്ന് കാണാമെന്ന് സമാധാനിപ്പിച്ച് അവളുടെ അച്ഛൻ്റെ ഒപ്പം വിട്ടു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് കേൾക്കുന്നത് അവളുടെ കരച്ചിലാണ്. വിവാഹമാണെന്ന് പറഞ്ഞിട്ട്. അവളുടെ അച്ഛനോട് സംസാരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, അപ്പ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അച്ഛനെ എതിർക്കേണ്ട, അവരുടെ സന്തോഷമല്ലേ എൻ്റെയും. മനസ്സിലെ ഒരു സങ്കടം പറഞ്ഞതാ ഏട്ടനോട് എന്നും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. കല്യാണത്തിന് കണ്ടു. തിളക്കമില്ലാത്ത പുഞ്ചിരിയോടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുമ്പോൾ എൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. പിന്നീട് ഒരു വിവരവും ഇല്ലാതായി. ഞാനും അച്ഛനൊപ്പം കുറച്ചുനാൾ UK ബിസിനസ്സിന് വേണ്ടി സഹായിക്കാൻ പോയി. അവളെ ഓർക്കുമ്പോൾ എവിടെയായാലും ഈ മിഴികൾ നിറയാൻ ഇടവരരുതേ ഈശ്വര എന്ന പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അർജു എന്താ? രഞ്ജു തട്ടി വിളിച്ചപ്പോഴാണ് അവൻ ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഒന്നുമില്ല, വിളിച്ചിട്ട് കേൾക്കുന്നില്ലായിരുന്നു നീ. ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തതാ. കുഞ്ഞി പറയ, എന്താ ഇതൊക്കെ? എന്താ ഈ ഏട്ടൻ്റെ കൊച്ചിന് പറ്റിയത്? അജു ഏട്ടാ, അത് ഞങ്ങൾ പിരിഞ്ഞു. ഇന്നായിരുന്നു വിധി. എന്ത്? അതെ ഏട്ടാ, അയാൾക്ക് എന്നെ വേണ്ടെന്ന് ഭാര്യയായിട്ട്. 6 മാസങ്ങൾക്ക് മുൻപ് അയാളും വേറൊരു പെൺകുട്ടിയും എൻ്റെ മുന്നിൽ. അത് കൺമുന്നിൽ കണ്ടെന്ന പോലെ അവൾ തല വെട്ടിച്ചു.
ഇത് കേട്ടിരുന്ന രഞ്ജുവിന്റെ മനസ്സിൽ ആ ദിവസത്തെ ഓർമ്മകൾ കയറി വന്നു. ഹരിയുടെ അടുത്ത് നഗ്നമായ ശരീരം ബെഡ്ഷീറ്റ് കൊണ്ട് പുതച്ചു നിൽക്കുന്ന അനു. ആ ഓർമ്മയുടെ ഫലമായി അവന്റെ കണ്ണുകൾ ചുവന്നു, മുഷ്ടി ചുരണ്ടു. എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നി അവന്. അവന്റെ ഭാവമാറ്റം മനസ്സിലാക്കിയ അർജുൻ പെട്ടെന്ന് രഞ്ജുവിന്റെ കൈകളിൽ അവന്റെ കൈവച്ചു. ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ അവനൊരു താങ്ങായി. രഞ്ജു ഒന്ന് നിർവികാരമായി ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ഏട്ടാ, ഒന്നുമില്ലടാ, ഞാനൊന്ന് പുറത്ത് നിൽക്കട്ടെ, ഇച്ചിരി നേരം ഒറ്റയ്ക്ക്. അവനും നിറമില്ലാത്തൊരു പുഞ്ചിരി കൈമാറി. ഏട്ടൻ അവളുടെ മുത്തശ്ശനെ ഒന്ന് കണ്ടിട്ട് വായോ. ശരി. രഞ്ജു വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. തീർത്ഥയ്ക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. നിന്റെ മറ്റൊരു പതിപ്പാണ് എൻ്റെ ഏട്ടൻ. 1 വർഷം മുൻപായിരുന്നു ഡിവോഴ്സ്. അവർ അനുപമ മനോഹർ, അതും ഏട്ടൻ്റെ ഉറ്റ സുഹൃത്തായി നടന്നവനൊപ്പം. തീർത്ഥയുടെ മനസ്സിലും ഒരു ഞെട്ടലുണ്ടായി. ഭാര്യയും ഉറ്റ ചെങ്ങാതിയും, ഒരേ സമയം 2 ചതി. ഏട്ടനൊരു പാവമാണ് കുഞ്ഞി, ആരെയും വേദനിപ്പിക്കില്ല. ആൾക്ക് ബിസിനസ് താല്പര്യമില്ലാഞ്ഞിട്ട് അധ്യാപനത്തിലേക്ക് പോയതാണ്. ഒരു ഉറുമ്പിനെ പോലും അറിഞ്ഞുകൊണ്ട് നോവിച്ചിട്ടില്ലാത്ത ആ പാവം ഇന്നേ വരെ അനുഭവിച്ച് തീർന്നതൊക്കെ അർഹിക്കാത്തതാണ്. അവളിലും ഒരു നോവുണർന്നു. ഇനി നീ പറയ. അയാൾക്ക് എന്നെ ഭാര്യയല്ല വേണ്ടതെന്ന്, പകരം അയാൾക്ക് വേണ്ടത് എൻ്റെ ശരീരമാണ്. അയാളുടെ ആഗ്രഹപൂർത്തിക്ക് വേണ്ടി ഞാൻ അവിടെ നിൽക്കണമെന്ന്. അല്ലെങ്കിൽ അയാൾ സ്വന്തം പെങ്ങളെ വെച്ചാണ് എന്നോട് വില പേശിയത്. ആ കുട്ടി, അവൾ ഹോസ്റ്റലിലേക്ക് മാറി. അവൾക്ക് വിക്ടോറിയയിൽ അഡ്മിഷൻ ആയത്രേ. വിക്ടോറിയയിലോ? അതെ ഏട്ടാ, അവിടെയാണ് എൻ്റെ ഏട്ടൻ പഠിപ്പിക്കുന്നത്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ. ഒന്ന് പറഞ്ഞേക്കണേ ഏട്ടനോട്. ഒരു പാവമാ ആ വീട്ടിൽ. എന്നോട് സ്നേഹമുണ്ടെന്ന് പറയാൻ അവളേ ഉള്ളൂ. എന്നെ ഒരു മനുഷ്യജീവിയായിട്ടെങ്കിലും പരിഗണിച്ചത് അവൾ മാത്രമാ. അവൾ വിങ്ങിപ്പൊട്ടി. അർജുൻ അവളുടെ തലയിലൂടെ മെല്ലെ തലോടി. അവനെ ഒന്ന് കാണണം കുഞ്ഞി, എൻ്റെ പെങ്ങളെ വേദനിപ്പിച്ചവനെ. അവൻ്റെ കൈ മുറുകുന്നത് കണ്ടപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി. അജു ഏട്ടാ, ഏട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. വേണ്ട ഏട്ടാ, അയാളൊരു പിശാച. അയാൾക്കുള്ളത് ദൈവം കൊടുത്തോളും. അയാൾ ഏട്ടനെ എന്തെങ്കിലും ചെയ്യും. ശരി മോളെ, നമുക്ക് നോക്കാം. അർജുൻ അവളുടെ തോളിലൊന്ന് തട്ടി. അപ്പോഴേക്കും രഞ്ജു അവിടേക്ക് എത്തി. അർജു, ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഇവളുടെ മുത്തശ്ശനെ മുറിയിലേക്ക് മാറ്റിയെന്ന്. അവർ ക്യാബിനിൽ നിന്ന് പുറത്തേക്കിറങ്ങിയതും അവരുടെ നേർക്ക് വരുന്നവരെ കണ്ട് അർജുൻ്റെ കണ്ണുകൾ ചുവന്നു.